Hello my dear learners, welcome back to Summary Spot. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി ക്രിറ്റിസിസം പേപ്പറിലെ P.B.Shelley എന്ന ടോപ്പിക്കാണ്. ഓക്കെ, പെർസി ബാരൻ ഷെല്ലി. സോ ഹി ലിവ്ഡ് ഇൻ ദ ഇയർ 1792 to 1882. ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് ആയിരുന്നു P.B.Shelley. ഹി ഗോട്ട് റിക്കഗ്നീഷൻ ഓൺലി ആഫ്റ്റർ ഡെത്ത്. മരണശേഷമാണ് P.B.Shelleyൻ്റെ വർക്ക്സും P.B.Shelley റിക്കഗ്നൈസ്ഡ് ആയത് സൊസൈറ്റിയിൽ. P.B.Shelleyൻ്റെ ഇമ്പോർട്ടൻസും അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എല്ലാവരും മനസ്സിലാക്കിയതും വർക്ക്സ് ഫേമസ് ആയതൊക്കെ അദ്ദേഹത്തിൻ്റെ മരണശേഷമായിരുന്നു. And his important works are Ozymandias, Ode to the West Wind, Prometheus Unbound, The Triumph of Life. And The Triumph of Life is his final unfinished work. Okay, final work and it was unfinished. He died before finishing it. Now, when we go through the critical works of P.B.Shelley, one of his important critical work is A Defense of Poetry. P.B.Shelleyയുടെ ക്രിട്ടിക്കൽ വർക്ക്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ വർക്ക് എ ഡിഫെൻസ് ഓഫ് പോയട്രി ആണ്. അപ്പം ഫിലിപ്പ് സിഡ്നി എഴുതിയ ദ ഡിഫെൻസ് ഓഫ് പോയസി ഉണ്ട്, അത് ദ ഡിഫെൻസ് ഓഫ് പോയസിയാണ്. ഇത് എ ഡിഫെൻസ് ഓഫ് പോയട്രി ആണ്. അതിന് ആൻ അപ്പോളജി ഫോർ പോയട്രി എന്നും പേരുണ്ട് ഫിലിപ്പ് സിഡ്നിയുടെ ദ ഡിഫെൻസ് ഓഫ് പോയസിക്ക്. ഓക്കെ, സോ കൺഫ്യൂസ്ഡ് ആവരുത്. P.B.Shelleyയുടേത് എ ഡിഫെൻസ് ഓഫ് പോയട്രി ആണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1821. It is an important work in history of English criticism. It presents romantic point of view with reason and argument. അപ്പോൾ റൊമാൻറ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിനെ അതിനൊരു റീസണും ആർഗ്യുമെൻറ്റും അതിനൊരു റീസണൊക്കെ കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്, P.B.Shelley ചെയ്യുന്നത്. റൊമാൻറ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ആര് ചെയ്യുന്നത്, P.B.Shelley എഴുതുന്നത്. ഹി വാസ് എ റൊമാൻറ്റിക് പോയറ്റ്. അപ്പം എ ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കിലാണ് പോയട്രീനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകൾ കാണാൻ പറ്റുന്നത്. ആൻഡ് ആ വർക്ക് എഴുതിയത് തോമസ് ലവ് പീകോക്കിൻ്റെ ദ 4 Ages of Poetry എന്നുള്ള ആർട്ടിക്കിളിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, ഇറ്റ് വാസ് റിട്ടൺ എഗെയിൻസ്റ്റ് ദ ആർട്ടിക്കിൾ ദ 4 Ages of Poetry ബൈ തോമസ് ലവ് പീകോക്ക്. അപ്പം ഈ ഒരു വർക്കിൽ തോമസ് ലവ് പീകോക്ക് മോഡേൺ പോയറ്റ്സിന് ഇൻഫീരിയർ ആക്കി പറയുന്നുണ്ട്. മോഡേൺ പോയറ്റ്സ് അത്ര നല്ല ആൾക്കാരല്ല, ബിക്കോസ് സൊസൈറ്റി അഡ്വാൻസ് ആവുമ്പം അവർ റീസണിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പോയട്രിക്കല്ല എന്നുള്ളൊരു തിയറി ആയിരുന്നു തോമസ് ലവ് പീകോക്കിൻ്റേത്. സോ പീകോക്ക് ആർഗ്യൂഡ് ദാറ്റ് ആസ് സൊസൈറ്റീസ് അഡ്വാൻസ്ഡ് ദേ നെസസറിലി ഫേവേർഡ് റീസൺ ഓവർ പോയട്രി ആൻഡ് ദാറ്റ് ആസ് എ കോൺസിക്വൻസ് മോഡേൺ പോയറ്റ്സ് വെയർ ഇൻഫീരിയർ. അതാണ് തോമസ് ലവ് പീകോക്ക് പറയുന്നത്. ആസ് സൊസൈറ്റി അഡ്വാൻസ്ഡ് ദേ നെസസറിലി ഫേവേർഡ് റീസൺ ഓവർ പോയട്രി. റീസൺ ആണ് അവർ പോയട്രീനേക്കാളും ഫേവർ ചെയ്തത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടത്. ആൻഡ് ദാറ്റ് ആസ് എ കോൺസിക്വൻസ് മോഡേൺ പോയറ്റ്സ് വെർ ഇൻഫീരിയർ. അതുകൊണ്ട് മോഡേൺ പോയറ്റ്സ് ഇൻഫീരിയർ ആണ്. സോ ഇൻ ദ എസ്സേ എ ഡിഫെൻസ് ഓഫ് പോയട്രി, Shelley argues that there are 2 modes of human understanding, the rational and the imaginative. അപ്പം തോമസ് ലവ് പീകോക്കിൻ്റെ ഈ ഒരു വർക്ക് ദ 4 Ages of Poetry എന്ന് പറയുന്ന ആർട്ടിക്കിളിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് P.B.Shelley എ ഡിഫെൻസ് ഓഫ് പോയട്രി എഴുതിയിട്ടുള്ളത്. എ ഡിഫെൻസ് ഓഫ് പോയട്രിയിൽ അദ്ദേഹം 2 modes ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിന് 2 modes ഉണ്ട്, അല്ലെങ്കിൽ 2 വേ ഉണ്ട്. ഒന്ന് ദ റേഷണൽ ആണ്, ഒന്ന് ഇമാജിനേറ്റീവ് ആണ്. സോ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ഇസ് റേഷണൽ ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇമാജിനേറ്റീവ്. ആൻഡ് ഹി ക്ലെയിംസ് ദാറ്റ് ഇമാജിനേഷൻ ഹാസ് ദ ഗ്രേറ്റർ വാല്യൂ. അപ്പം ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് റേഷണലും ആണ് ഇമാജിനേറ്റീവും ആണ്. അതിൽ ഇമാജിനേഷനാണ് ഗ്രേറ്റർ വാല്യൂ എന്നാണ് P.B.Shelley പറയുന്നത്. ആസ് ഇറ്റ് ഈസ് ഇമാജിനേഷൻ ആൻഡ് ദ എബിലിറ്റി ടു സീ കണക്ഷൻസ് ബിയോണ്ട് റാഷണൽ ദാറ്റ് അലൗ ഫോർ എംപതി ആൻഡ് മോറൽ ഗ്രോത്ത്. ബിക്കോസ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ അല്ലേ. ഇമാജിനേഷന് ഭയങ്കര പവറാണ്. അത് ഇറ്റ് ക്യാൻ ഗോ ബിയോണ്ട് ദ റേഷണൽ. റേഷണലിലും അപ്പുറത്ത് അത് പോവും ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ഇമാജിനേഷൻ അല്ലേ. അതിലൂടെ ഒരാൾക്ക് അത്രയും ചിന്തിച്ച് ഇമാജിനേഷനിലൂടെയാണ് ഒരാൾക്ക് എംപതി മോറൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുക എന്നാണ് P.B.Shelleyയുടെ തിയറി. സോ റേഷണലിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഇമാജിനേഷനാണ്. ഇമാജിനേഷൻ ഗോസ് ബിയോണ്ട് ദ റേഷണൽ ആൻഡ് ഇറ്റ് ഡെവലപ്സ് എംപതി ആൻഡ് മോറൽ ഗ്രോത്ത്. നൗ P.B.Shelley ഡിഫൈൻസ് പോയട്രി ആസ് ദ എക്സ്പ്രഷൻ ഓഫ് ഇമാജിനേഷൻ. അപ്പോൾ ഇമാജിനേഷനാണ് P.B.Shelley ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹീ ഈസ് എ റൊമാൻറ്റിക് പോയറ്റ് ആൻഡ് ഹീ ഡിഫൈൻസ് പോയട്രി ആസ് ദ എക്സ്പ്രഷൻ ഓഫ് ഇമാജിനേഷൻ. ഇമാജിനേഷൻ്റെ എക്സ്പ്രഷനാണ് പോയട്രി. ഇമാജിനേഷനാണ് ഒരാളുടെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏറ്റവും വലുത്. റേഷണലിനേക്കാളും വലുത് ഇമാജിനേറ്റീവാണ്.
അപ്പോൾ ആ ഇമാജിനേഷൻ്റെ എക്സ്പ്രഷനാണ് പോയട്രി. ആ ഇമാജിനേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പോയട്രിയിലൂടെയാണ് എന്നാണ് P.B. ഷെല്ലി പറയുന്നത്. In this sense, all manifestation of the creative imagination is poetry itself. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ഇമാജിനേഷനിലൂടെ ഉണ്ടാവുന്ന എന്ത് മാനിഫെസ്റ്റേഷനും എന്ത് ടൈപ്പ് ഓഫ് ആർട്ടും എല്ലാം പോയട്രിയാണ്, അക്കോർഡിംഗ് ടു P.B. ഷെല്ലി. Poets are not only the authors of language but also the institutors of law, organizers of civil society, founders of religions and inventors of the art of life. സോ P.B. ഷെല്ലി ഈ വർക്കിൽ എ ഡിഫൻസ് ഓഫ് പോയട്രിയിൽ പറയുന്നതാണിത്. പോയറ്റ്സ് ജസ്റ്റ് ഓതേഴ്സ് ഓഫ് ലാംഗ്വേജ് അല്ല, ലാംഗ്വേജ് വെച്ചിട്ട് ജസ്റ്റ് വർക്ക്സ് ചെയ്യുന്ന ഓതേഴ്സ് മാത്രമല്ല, ദേ ആർ ഇൻസ്റ്റിറ്റ്യൂട്ടേഴ്സ് ഓഫ് ലോ നോക്കുന്ന ആൾക്കാരാണ്. ഓർഗനൈസേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫൗണ്ടേഴ്സ് ഓഫ് റിലീജിയൻ കണ്ടുപിടിച്ച ആൾക്കാരാണ്. ആൻഡ് ഇൻവെൻറ്റേഴ്സ് ഓഫ് ദ ആർട്ട് ഓഫ് ലൈഫ്. ഓക്കെ, ആർട്ട് ഓഫ് ലൈഫ് ഇൻവെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. Architecture, painting, music, dance, sculpture, philosophy and forms of civil life are all expressions of the poetical faculty. അപ്പോൾ നമ്മൾ പോയറ്റിക്കൽ ഫേക്കൽറ്റി അല്ലെങ്കിൽ ഇമാജിനേഷൻ്റെ എക്സ്പ്രഷൻസ് ആണ് ഏത് ഫോം ഓഫ് ആർട്ടും. ആർക്കിടെക്ചർ ആയിക്കോട്ടെ, പെയിൻറ്റിങ്, മ്യൂസിക്, ഡാൻസ്, സ്കൾപ്ചർ, ഫിലോസഫി എല്ലാം ഇറ്റ് ഈസ് എക്സ്പ്രഷൻ ഓഫ് പോയറ്റിക്കൽ ഫേക്കൽറ്റി. Shelley opines that poetry is superior to other forms of art. Poetry awakens and strengthens the imagination and inculcates the moral force of love. അപ്പോൾ ഈ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ടെങ്കിലും പോയട്രിക്കാണ് ഷെല്ലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പോയട്രിയാണ് ഇതിലൊക്കെ സുപ്പീരിയറായി നിൽക്കുന്നത്. ബിക്കോസ് ഇറ്റ് അവേക്കൻസ് ആൻഡ് സ്ട്രെങ്തൻസ് ദ ഇമാജിനേഷൻ. കാരണം അത് ഇമാജിനേഷനെ ഉണർത്തുകയും അതിന് സ്ട്രെങ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒന്നാണ് പോയട്രി. അതിലൂടെ ഒരു മോറൽ ഫോഴ്സ് ഓഫ് ലവ്, ഒരു സ്നേഹം അങ്ങനത്തതൊക്കെ ഉണ്ടാക്കുന്ന കഴിവുള്ളത് ആർക്കാ? പോയട്രിക്ക് മാത്രമാണ് അതിനുള്ള എബിലിറ്റി എന്നാണ് ഷെല്ലി പറയുന്നത്. ഹി സേസ് ദാറ്റ് ഓൺലി സിമ്പതി അറൈസസ് ഫ്രം ആർട്ട് ആൻഡ് ഇമാജിനേഷൻ ഹാസ് ദ പവർ ടു മോറലി ചേഞ്ച് ഹ്യൂമാനിറ്റി. ഓക്കെ, അപ്പോൾ ആർട്ടിൽ നിന്ന് സിമ്പതി മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ ആർട്ട് വർക്ക്സും നോക്കുകയാണെങ്കിൽ സിമ്പതി മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇമാജിനേഷൻ ഹാസ് ദ പവർ ടു മോറലി ചേഞ്ച് ഹ്യൂമാനിറ്റി. മോറലി ഹ്യൂമാനിറ്റിനെ ചേഞ്ച് ചെയ്യാനും തിങ്ക് ചെയ്യാനും ഒക്കെ ഉള്ള പവർ ഉണ്ടാക്കുന്നത് ആരാ? ഇമാജിനേഷനാണ്. സോ ഇമാജിനേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് thereby poetry is very much superior. Thus he ends the essay by saying that poets are the unacknowledged legislatures of the world. അപ്പോൾ പോയറ്റ്സ് ആണ് വേൾഡിൻ്റെ അൺഅക്നോളജ്ഡ് ലെജിസ്ലേച്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് P.B. ഷെല്ലി ഈ ഡിഫൻസ് ഓഫ് പോയട്രി എന്ന് പറയുന്ന എസ്സേ അവസാനിപ്പിക്കുന്നത്. സോ പോയറ്റ്സ് ആർ ദ അൺഅക്നോളജ്ഡ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ, നിയമസഭയാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. നിയമങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, പാസ്സാക്കുന്നവരാണ് ലെജിസ്ലേച്ചേഴ്സ്. അപ്പോൾ പോയറ്റ്സ് അൺഅക്നോളജ്ഡ് ലെജിസ്ലേച്ചേഴ്സ് ആണ്. ആരും റിക്കഗ്നൈസ് ചെയ്യാത്ത, ആരും അറിയാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്ത, അക്നോളജ് ചെയ്യാത്ത ലെജിസ്ലേച്ചേഴ്സ്, നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പോയറ്റ്സ് ഈ വേൾഡിൽ. ബിക്കോസ് പോയട്രിയിലൂടെ മറ്റുള്ളവരുടെ ഇമാജിനേഷനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, മറ്റുള്ളവരുടെ ഇമാജിനേഷൻ സ്ട്രെങ്തൻ ചെയ്യും, ഇമാജിനേഷൻ ഉണ്ടാക്കും. അതിലൂടെയാണ് അവർ അൺഅക്നോളജ്ഡ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ദ വേൾഡ് ആവുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇൻ P.B. ഷെല്ലി. P.B. ഷെല്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഡിഫൻസ് ഓഫ് പോയട്രി. അതിൽ അദ്ദേഹം പോയട്രീനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഹി എക്സ്പ്രസസ് ഹിസ് കോൺസെപ്റ്റ് ഓഫ് പോയട്രി ഇൻ ഹിസ് വർക്ക് എ ഡിഫൻസ് ഓഫ് പോയട്രി. So I hope this video was useful for you. If it was useful, please do consider subscribing to this channel. So that's all. Thank you.